ഹായ്, ഞാനിന്ന് വന്നിരിക്കുന്നത് കലത്തപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമ്മൾ മാവ് കലക്കിയെടുക്കുന്നതിലും വേവിച്ചെടുക്കുന്നതിലൊക്കെ ശ്രദ്ധിച്ചാൽ മാത്രമേ നല്ല ആരോട് കൂടിയ കലത്തപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റൂ. ഈ കലത്തപ്പം നല്ല സോഫ്റ്റും ആണ്. അപ്പോൾ ഇതുവരെ കലത്തപ്പം ഉണ്ടാക്കിയിട്ട് ശരിയാകാത്തവരും ഇതുവരെ ഉണ്ടാക്കി നോക്കാത്തവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ആദ്യത്തെ പ്രാവശ്യം തന്നെ നിങ്ങൾക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള കലത്തപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം. ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് പച്ചരിയാണ് എടുത്തിരിക്കുന്നത്. ബസ്മതി അരി എടുത്താലും മതിയാകും. ഇനി ഇത് നന്നായിട്ട് കഴുകിയെടുക്കാം. കഴുകിയെടുത്തതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് 2 മണിക്കൂർ കുതിർന്നു വരാൻ വേണ്ടിയിട്ട് വയ്ക്കാം. ഇപ്പം ഏകദേശം 1.25 മണിക്കൂറോളം ആയിട്ടുണ്ട്. നമുക്ക് ആദ്യം ഒന്ന് ശർക്കര പാനി കാച്ചിയെടുക്കാം. ഞാനിവിടെ 250 ഗ്രാം ശർക്കരയാണ് എടുത്തിരിക്കുന്നത്. അരി എടുത്ത അതേ അളവിൽ തന്നെയാണ് ശർക്കര എടുത്തിരിക്കുന്നത്. ഞാൻ നേരത്തെ 1 കപ്പ് അരിയാണ് എടുത്തത്. എൻ്റെ കയ്യിലുള്ള 1 കപ്പ് 250 ഗ്രാം ആണ്. അപ്പോൾ നിങ്ങൾ എത്ര അരിയാണോ എടുക്കുന്നത് അത്ര തന്നെ ശർക്കര എടുക്കുക. ഇനി ഇതിലോട്ട് 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളം കൂടി പോകരുത്, കുറഞ്ഞു പോയാലും കുഴപ്പമില്ല. ഇപ്പോൾ പാനി കാച്ചി എടുത്തിട്ടുണ്ട്. ഇനി ഇത് അരിച്ചെടുത്തതിന് ശേഷം തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. ഇപ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഈ അരിയിലെ വെള്ളം കളഞ്ഞതിന് ശേഷം നമുക്ക് അരി മാത്രം മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ ചോറ്, 2 ടേബിൾ സ്പൂൺ തേങ്ങ. ഇനി ഇതിലോട്ട് നമുക്ക് 3-4 ഏലക്ക ചേർത്ത് കൊടുക്കാം. ഏലക്ക പൊടി നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഏലക്ക ഇപ്പം ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല, ലാസ്റ്റ് ചേർത്താൽ മതി. ഇനി ഇതിലോട്ട് നമ്മൾ പാനി കാച്ചി വെച്ചിരിക്കുന്ന ശർക്കര ചേർത്ത് കൊടുക്കാം. കുറച്ച് ശർക്കര പാനി ചേർത്താൽ മതി. കൂടുതൽ വെള്ളം ആയി പോയാൽ നമുക്ക് നല്ലപോലെ അരച്ചെടുക്കാൻ പറ്റില്ല. ഈ ശർക്കര പാനി നല്ലതായിട്ട് തണുത്തു പോയിട്ടുമില്ല, നല്ല ചൂടുമില്ല, ഒരു ഇളം ചൂടേ ഉള്ളൂ. അപ്പം നിങ്ങൾ അരയ്ക്കുമ്പോഴും ഇളം ചൂടുള്ള ശർക്കര പാനി തന്നെ ചേർക്കുക. അപ്പോൾ ഒട്ടും തരിയില്ലാതെ അരച്ചെടുത്തിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് ബാക്കിയിരിക്കുന്ന ശർക്കര പാനി കൂടി ചേർത്ത് കൊടുക്കാം. നേരത്തെ പറഞ്ഞ അളവിലാണ് വെള്ളം ചേർത്ത് ശർക്കര പാനി കാച്ചി എടുത്തിട്ടുള്ളതെങ്കിൽ ഇപ്പോൾ നമ്മൾ ഒഴിച്ച് കലക്കി എടുക്കുമ്പോൾ നല്ല കറക്റ്റ് അളവിൽ തന്നെ വരും. വെള്ളം കൂടി പോവുകയും ചെയ്യരുത്, കുറഞ്ഞു പോവുകയും ചെയ്യരുത്. നമ്മൾ അപ്പത്തിൻ്റെയൊക്കെ മാവിൻ്റെ കൺസിസ്റ്റൻസിയിലാണ് കലക്കിയെടുക്കേണ്ടത്. 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഞാനിതിലോട്ട് 2 നുള്ളു ഉപ്പും 1/4 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും ചേർത്തിട്ടുണ്ടായിരുന്നു. അതെൻ്റെ നിന്ന് ഡിലീറ്റ് ആയിപ്പോയി. അപ്പം നിങ്ങൾ ചേർക്കുക. ആദ്യം നമ്മൾ അരയ്ക്കുന്ന സമയത്ത് ഏലക്ക ചേർത്തിട്ടുണ്ടെങ്കിൽ ഇപ്പം ചേർക്കേണ്ട ആവശ്യമില്ല. ഇപ്പം നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി സ്റ്റൗവിലോട്ട് കുക്കർ വെച്ച് കൊടുക്കാം. കുക്കർ തന്നെ വേണമെന്നില്ല, താഴ്ഭാഗം കട്ടിയുള്ള ഏതെങ്കിലും പാൻ വെച്ചാലും മതി. ഇനി ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായിട്ട് വരുമ്പോൾ 1 പിടി തേങ്ങയുടെ കൊത്തും 5 ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഉള്ളി നല്ല ബ്രൗൺ നിറമായിട്ട് വരണം. മീഡിയം തീയിലിട്ടിട്ടാണ് വഴറ്റുന്നത്. ഉള്ളി നല്ല ബ്രൗൺ നിറമായി വന്നിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം. മാവ് ഒഴിക്കുമ്പോൾ ഒന്ന് കലക്കിയെടുത്തതിന് ശേഷം ഒഴിക്കുക. ഇപ്പം ഞാൻ തീ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ കുക്കർ ഡയറക്റ്റ് തീയിൽ വെച്ചിട്ടല്ല വേവിച്ചെടുക്കുന്നത്. അപ്പം ഡയറക്റ്റ് തീയിൽ വെച്ച് വേവിച്ചാൽ ചിലപ്പം ഇത് അടിയിൽ പിടിച്ചിട്ട് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പം അതിന് പകരം നമുക്കൊരു പാൻ വയ്ക്കാം. ഞാനിപ്പോൾ ദോശക്കല്ലാണ് ഇതിൽ വെച്ച് കൊടുത്തത്. ഇനി അതിൻ്റെ മുകളിലോട്ട് കുക്കർ വയ്ക്കാം. ഇനി ആദ്യം ഒരു 2 മിനിറ്റ് തീ ഒന്ന് ഹൈയിലിടാം. അപ്പോൾ കല്ല് ചൂടായിട്ട് വരും. എന്നിട്ട് മീഡിയത്തിലോട്ട് ഇട്ടിട്ട് വേവിച്ചെടുക്കാം. ഇപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ തീ മീഡിയത്തിലോട്ട് ഇട്ടിട്ടുണ്ട്. ഇനി കുക്കർ അടച്ചു വെച്ചിട്ട് ഒരു 15-20 മിനിറ്റ് വേവിച്ചെടുക്കാം. വിസിലിടരുത്. 15 മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് തുറന്ന് നോക്കുക ആയോന്ന്. അതിന് വേണ്ടിയിട്ട് ഒരു പപ്പടം കുത്തിയോ എല്ലാം വെച്ചിട്ട് ഇങ്ങനെ കുത്തി നോക്കുക. മാവൊന്നും പിടിച്ചു വന്നില്ലെങ്കിൽ ഇത് റെഡി ആയിട്ടുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇല്ലെങ്കിൽ ഒരു 5-10 മിനിറ്റ് കൂടുതൽ വെച്ചിട്ട് വീണ്ടും വേവിച്ചെടുക്കുക. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഞാൻ തീ ഓഫ് ചെയ്തു. ഇനി നമുക്കിത് തണുക്കാൻ വേണ്ടിയിട്ട് വയ്ക്കാം. കുറച്ച് തണുത്താൽ മാത്രമേ നമുക്ക് ഇതിൽ നിന്ന് ഇളക്കിയെടുക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ കുക്കർ തന്നെ നല്ല ചൂടായിട്ടിരിക്കുകയാണ്, കൈയൊക്കെ പൊള്ളും. ഇത് കാണാൻ പറ്റും, സൈഡൊക്കെ ഇങ്ങനെ വിട്ട് തന്നെ ഇരിപ്പുണ്ട്. നമുക്കൊരു കത്തി വെച്ചിട്ട് ചുറ്റും ഒന്ന് ഇളക്കി കൊടുക്കാം. താഴ്ഭാഗം നമുക്കിങ്ങനെ കത്തി കൊണ്ട് ഇളക്കാൻ പറ്റാത്തതുകൊണ്ട് കുറച്ച് പാടായിരിക്കും. അപ്പോൾ ഒരു തവി വെച്ചിട്ട് പതുക്കെ പതുക്കെ ഇങ്ങനെ ഇളക്കിയെടുത്താൽ മതി. അപ്പം നല്ല മണമുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കലത്തപ്പം റെഡി ആയിട്ടുണ്ട്. ഞാനിത് മുറിച്ച് കാണിച്ചു തരാം.
അപ്പോൾ ഈ രീതിയിലൊന്ന് കലത്തപ്പം ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. കൂടുതൽ റെസിപ്പികൾക്കായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. എല്ലാ റെസിപ്പീസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കാനായിട്ട് അടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഓൾ നോട്ടിഫിക്കേഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു റെസിപ്പി ആയിട്ട് കാണാം. ബൈ.